പ്രൈസ് ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. സഹോദരന്മാരെ, തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. അപ്പോസ്തലനായ യാക്കോബ്, കർത്താവിന്റെ സഹോദരനായ യാക്കോബ്, യേശുവിന്റെ സഹോദരനായ യാക്കോബ് പറയുകയാണ്, നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. ഹല്ലേലൂയ. കർത്താവിന്റെ സഹോദരനായ യാക്കോബാണ് ഈ ലേഖനം എഴുതിയത്. പുതിയ നിയമത്തിൽ നമ്മൾ 4 യാക്കോബുമാരെ, 4 ജെയിംസുമാരെ നമ്മൾ കാണുന്നുണ്ട്. 1 സെബദിയുടെ മകൻ യാക്കോബ്, 2 യൂദയുടെ മകൻ യാക്കോബ്, 3 അൽഫായുടെ മകൻ യാക്കോബ്, 4 കർത്താവിന്റെ സഹോദരനായ യാക്കോബ്. ഈ കർത്താവിന്റെ സഹോദരനായ യാക്കോബാണ് ഈ ലേഖനം എഴുതിയത്. യാക്കോബ് പറയുകയാണ്, നമ്മൾ പ്രവൃത്തിയാലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വേണം. പക്ഷേ അത് പ്രവൃത്തിയാലുള്ള വിശ്വാസത്തെ പറ്റിയാണ് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം നിർജീവമാണ് എന്ന് യാക്കോബ് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് നമ്മെ പഠിപ്പിച്ചത് വിശ്വാസത്തോടുകൂടിയുള്ള നീതീകരണം, വിശ്വാസത്താലുള്ള നീതീകരണത്തെ പറ്റിയാണ് അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനങ്ങളിൽ എല്ലാം എഴുതിയിരിക്കുന്നത്. ഇവിടെ യാക്കോബ് പറയുകയാണ്, നമുക്ക് വിശ്വാസം വേണം. 1. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, വിശ്വാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രവൃത്തിയാണ് വേണ്ടത്. നമുക്കത് പ്രവൃത്തി ഫലത്തിൽ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം നമ്മോട് പറഞ്ഞത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ തന്നെ മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മളൊരു മുഖപക്ഷം കാണിച്ചാൽ നമ്മൾ പാപം ചെയ്യുന്നു എന്നാണ് അപ്പോസ്തലനായ യാക്കോബ് നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് യാക്കോബ് ഒരു ഉദാഹരണം പറയുകയാണ്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ച് പൊന്മോതിരവും ഇട്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഒരു പാവപ്പെട്ട ഒരു ദരിദ്രനും അവിടെ ചർച്ചിൽ വന്നാൽ, സമ്പന്നനോട് ഇവിടെ സുഖേന ഇരുന്നാലും ദരിദ്രനോട് നീ അവിടെ നിൽക്കായ എന്ന് നിങ്ങൾ പറയുന്നു എങ്കിൽ നിങ്ങൾ മുഖപക്ഷം കാണിക്കുകയാണ്. അത് നിങ്ങൾക്ക് ചേർന്നല്ല. സമ്പന്നന് പ്രമുഖ സ്ഥാനമുള്ളവർക്ക് ചർച്ചിൽ പ്രധാന സ്ഥാനം, ദരിദ്രന് ചർച്ചിൽ മാന്യമായ സ്ഥാനം കൊടുക്കാതിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ മുഖപക്ഷം കാണിക്കുകയാണ്. ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നനും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാക്കേണ്ടതിന്, അവരെ നമ്മുടെ സ്വർഗീയ രാജ്യത്തിന് അവകാശിയാക്കേണ്ടതിനല്ലയോ യേശു ക്രിസ്തു നമ്മെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ദരിദ്രനോട് ഒരു പക്ഷപാതം നിങ്ങൾ കാണിക്കരുത്. അങ്ങനെ കാണിച്ചാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ ചെയ്യുന്നത് പാപമാണ് എന്ന് യാക്കോബ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുകയാണ്. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ ദരിദ്രനോട്, ഹല്ലേലൂയ, ബലഹീനരോട് നമ്മൾ കരുണ കാണിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ന്യായവിധി ദിവസത്തിൽ ദൈവം നമുക്ക് കരുണയില്ലാത്ത ന്യായവിധിയാണ് ദൈവം നമുക്ക് തരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിതാവായ ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ, ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി ഏതാണെന്ന് അപ്പോസ്തലനായ യാക്കോബ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും, അനാഥരെയും ആരുമില്ലാത്തവര്, ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകളെ അവരെ ദുഃഖത്തിൽ അവർ ചെന്ന് കാണുന്നതും, ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുദ്ധവും നിർമ്മലവുമായ ഭക്തി, അത് ദൈവത്തിന്റെ മുമ്പാകെയുള്ള ഭക്തി എന്താണ്? അനാഥരെ, വിധവമാരെ അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുക, അവരെ സഹായിക്കുവാൻ പറ്റുന്നത് സഹായിക്കുക. ലോകത്താലുള്ള കളങ്കം നമ്മളവിടെ പോകുന്നത് ശരിയാണ്, പക്ഷേ ഈ ലോകത്താലുള്ള കളങ്കം നമ്മൾ പറ്റാതെ നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. അതാണ് ശരിയായ ദൈവത്തിന് മുമ്പാകെയുള്ള ഒരു ഭക്തി. നമ്മൾ ഭക്തിമാനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ ജീവിതത്തിൽ പ്രവൃത്തി വേണം. പ്രവൃത്തി ഇല്ലെങ്കിൽ ആ ഭക്തി കൊണ്ട്, ആ വിശ്വാസം കൊണ്ട് യാതൊരു കാര്യവുമില്ല. നിനക്ക് മറ്റുള്ളവനോട്, ദരിദ്രനോട് നിനക്ക് കരുണയില്ലാത്തവനാണോ, നീ ദയയില്ലാത്തവനാണോ എങ്കിൽ
ന്യായാസനത്തിൽ ഉണ്ടല്ലോ, യേശു ക്രിസ്തു വെള്ളസിംഹാസനത്തിൽ ഇരുന്ന് നമ്മളെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആ ദിവസം അവൻ കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. നമ്മൾ നമ്മൾ മറ്റുള്ളവരോട് കരുണയില്ലാതെയാണ് നമ്മൾ പെരുമാറിയത് എങ്കിൽ നമ്മുടെ ജീവിതയാത്രയിലും നമുക്ക് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകുമെന്ന് അപ്പോസ്തലനായ യാക്കോബ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറക്കുകയും ചെയ്യുന്നു. പിശാചുക്കള് വിശ്വസിക്കുന്ന എന്താണ്? ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുകയും അവൻ വിറക്കുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് വിശ്വാസമുണ്ട്, പക്ഷേ നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രവൃത്തിയില്ലെങ്കിൽ വ്യർത്ഥ മനുഷ്യ, നിന്റെ പ്രവൃത്തിയില്ലാത്ത നിന്റെ വിശ്വാസമുണ്ടല്ലോ, അത് നിർജീവമാണ്, അതിന് പ്രയോജനമില്ല എന്ന് നീ മനസ്സിലാക്കണമെന്ന് യാക്കോബ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് എബ്രഹാം എന്താണ്? ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. പക്ഷേ അവൻ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു എപ്പോഴാണ്? അവൻ തന്റെ ഏകജാതനായ മകനെ യാഗം കഴിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ആണ് അവനെ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെട്ടത്. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസമല്ല, പ്രവൃത്തികൾ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. ഹല്ലേലൂയ. എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. പക്ഷേ തന്റെ ഏകജാതനായ മകനെ ഇസാക്കിനെ യാഗം കഴിച്ചപ്പോഴാണ് അവന് ദൈവത്തിന്റെ സ്നേഹിതനെന്ന് പേര് വിളിക്കപ്പെട്ടത്. അതേപോലെ തന്നെ രാഹാബ് എന്ന ആ പാപിയായ സ്ത്രീ ഉണ്ടല്ലോ, അവള് ദൂതന്മാരെ സൽക്കരിച്ചു, അവളുടെ വീട്ടിൽ ദൂതന്മാരെ കൈക്കൊള്ളുകയും അവരെ വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാ അല്ലയോ അവൾ നീതീകരിക്കപ്പെട്ടത്. അവിടെയും നമ്മൾ കാണുന്നത് പ്രവൃത്തിയാലുള്ള നീതീകരണമാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിത യാത്രയിൽ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഫസ്റ്റ് ഫൗണ്ടേഷനാണ്. ആ വിശ്വാസത്തിൽ ഊന്നി നിന്ന് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം. ആ പ്രവൃത്തി ഇല്ലെങ്കിൽ പ്രയോജനമില്ല. നിനക്ക് മറ്റുള്ളവരോട് കരുണയില്ലാത്തവരാണെങ്കിൽ നിന്റെ ദൈവം നമ്മളെ ന്യായവിധിക്കുന്ന ദിവസത്തിൽ ഉണ്ടല്ലോ, ദൈവം നമുക്ക് കരുണയില്ലാത്ത ന്യായവിധിയായിരിക്കും ദൈവം നമുക്ക് തരുന്നത് എന്ന് അപ്പോസ്തലനായ യാക്കോബ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ കരുണയുള്ളവരായിരിക്കണം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതാണ്. ദൈവത്തിന് നമ്മളോട് വലിയ ദയയുണ്ട്, വലിയ കരുണയുണ്ട്. നമുക്കും മറ്റുള്ളവരോട് നമ്മുടെ കൂട്ടു സഹോദരന്മാരോട് കരുണയുള്ളവരായിരിക്കണം, ദയയുള്ളവരായിരിക്കണം. ദരിദ്രനെയും സമ്പന്നനെയും ഒരേപോലെ കാണുവാൻ കഴിവുള്ളവരായിരിക്കണം. അവരുടെ നേരെ മുഖപക്ഷം കാണരുത്. ഉന്നത ഉദ്യോഗസ്ഥരെയും താഴ്ന്ന ജോലി ചെയ്യുന്നവരെയും നമ്മുടെ സഭയിൽ ഉണ്ടെങ്കിൽ അവരെ എല്ലാം ഒരേ കണ്ണുകൊണ്ട് നിനക്ക് കാണുവാൻ കഴിവ് വേണം. നീ അങ്ങനെ മുഖപക്ഷം കാണിക്കരുത് എന്ന് പറയുകയാണ്. അപ്പോസ്തല സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? അവിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരുത്തൻ പറയുകയാണ്, എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ എനിക്ക് പ്രവൃത്തിയില്ല. അവൻ പ്രവൃത്തിയില്ല എങ്കിൽ അതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് യാക്കോബ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 34-ാം വാക്യം നമുക്കറിയാം. കൊർന്നേലിയോസിന്റെ ഭവനമാണ്. അവിടെ പത്രോസ് പ്രസംഗിക്കുകയാണ്. പത്രോസ് വാ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവരെ അവൻ രക്ഷിക്കും. ദൈവത്തിന് എന്തില്ല? മുഖപക്ഷമില്ല. ഏത് ജാതിയാണെങ്കിലും ഏത് വംശമാണെങ്കിലും. ഹല്ലേലൂയ. പത്രോസ് ഒരു സ്വപ്നം കാണുകയാണ്. സ്വർഗത്തിൽ നിന്ന് ഒരു തൂപ്പട്ടി ഹല്ലേലൂയ ഇറങ്ങി വരികയാണ്. അത് 4 ജാതി സർവ മൃഗങ്ങളും അതിലുണ്ട്. അത് നീ അറുത്ത് തിരുവ എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ്, ഞാൻ അശുദ്ധമായതൊന്നും ഭക്ഷിച്ചിട്ടില്ല. ദൈവം പറയുന്നു, ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് പറയരുത്. ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് പറയരുത്. ദൈവമാണ് നമുക്ക് ശുദ്ധീകരിച്ചു തരുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ അശുദ്ധമെന്ന് പറയരുത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നു. നമ്മൾ നിമിത്തമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നമ്മളെ സമ്പന്നനാക്കുന്നതിന് വേണ്ടി, നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ദരിദ്രനായി തീർന്നത്.
നിങ്ങളോ ദരിദ്രരെ അപമാനിച്ചിരിക്കുന്നു. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന തിരുവെഴുത്ത് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന്. കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്ന് യേശു ക്രിസ്തു നമുക്ക് പറഞ്ഞ ആ രാജകീയമായ ആ കൽപ്പനയുണ്ടല്ലോ, അത് നമ്മൾ പ്രമാണിക്കുന്നു എങ്കിൽ നന്ന്. ഹല്ലേലൂയ. റോമാലേഖന ആവർത്തന പുസ്തകത്തില് മോശ എഴുതിയിരിക്കുകയാണ്, ന്യായവിസ്താരത്തിൽ മുഖപക്ഷം മുഖം നോക്കാതെ ചെറിയവന്റെ കാര്യവും വലിയവന്റെ കാര്യവും ഒരുപോലെ കേൾക്കണം. ന്യായാസനത്തിൽ ഇരുന്ന് ന്യായവിസ്താരം ചെയ്യുന്ന സമയത്ത് ചെറിയവന്റെ കാര്യവും വലിയവന്റെ കാര്യവും നീ ഒരുപോലെ കേൾക്കണം. മനുഷ്യനെ ഭയപ്പെടരുത്, ന്യായവിധി ദൈവത്തിനുള്ളതല്ലോ. നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, അത് ഞാൻ തീർത്തു തരും. ഹല്ലേലൂയ. അധികം പ്രയാസമുള്ള കാര്യം എന്റെ അടുക്കൽ കൊണ്ടുവരണം എന്ന് പറയുകയാണ്. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു, നിങ്ങൾ ലംഘനക്കാരെന്ന് ന്യായപ്രമാണത്താൽ തെളിയും. ഹല്ലേലൂയ. മുഖപക്ഷം നമ്മൾ കാണിക്കുന്നുവെങ്കിൽ നമ്മൾ പാപം ചെയ്യുകയാണ് എന്ന് യാക്കോബ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ന്യായവിസ്താരത്തിൽ അന്യായം ചെയ്യരുത്. ഹല്ലേലൂയ. എളിയവന്റെ മുഖം നോക്കാതെയും വലിയവന്റെ മുഖം ആദരിക്കാതെയും നിന്റെ കൂട്ടുകാരനെ നീതിയോടെ ന്യായം വിധിക്കണം. ലേവ്യ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ പറയുകയാണ്, മുഖപക്ഷം നോക്കാതെ നീ ന്യായം വിധിക്കണമെന്ന് നമ്മെ ഓർപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ന്യായവിസ്താരത്തില് മുഖദാക്ഷിണ്യം നന്നല്ല എന്ന് ജ്ഞാനിയായ ശലോമോൻ നമ്മെ ഓർപ്പെടുത്തുകയാണ്. അവന്റെ സഹോദരൻ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളാൽ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദയിലേക്ക് പോകുക, ഹല്ലേലൂയ എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ആ യാക്കോബ് അപ്പോസ്തലൻ, ഹല്ലേലൂയ, യേശു ക്രിസ്തു മരിക്കുന്നതുവരെ അവൻ വിശ്വാസത്തിൽ വന്നിട്ടില്ലായിരുന്നു. യേശുവിനെ അവൻ വേണ്ടതുപോലെ അവൻ മനസ്സിലാക്കിയില്ലായിരുന്നു. ആ മനസ്സിലാക്കാത്തിരുന്ന യാക്കോബ് അപ്പോസ്തലനാണ് ഈ അഗാധമായ ദൈവത്തിന്റെ ജ്ഞാനം നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 3-ാം വാക്യത്തിൽ അവന്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് നീ യഹൂദയിലേക്ക് പോകുക എന്ന് യാക്കോബ് ഉൾപ്പെടെയുള്ള തന്റെ സഹോദരന്മാർ യേശുവിനോട് പറയുകയാണ്. ആ സമയത്തൊന്നും യേശുവിൽ അവർക്ക് വിശ്വാസമില്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ യേശുവിൽ വിശ്വാസമില്ലായിരുന്ന യാക്കോബ് യേശുവിന്റെ മരണശേഷം യേശു ക്രൂശീകരിക്കപ്പെട്ടപ്പോൾ യേശുവിന്റെ തേജസ് അവൻ കണ്ടപ്പോൾ യേശു യാക്കോബിന് പ്രത്യക്ഷനായി. യേശു തേജസ്കരിക്കപ്പെട്ട യേശുവിനെ അവൻ കണ്ടപ്പോൾ അവന്റെ രൂപം മാറി, അവന്റെ ഭാവം മാറി, അവന്റെ വിശ്വാസം വർദ്ധിച്ചു. അവൻ മരിക്കുവാൻ തയ്യാറായി. ഹല്ലേലൂയ. വീതികളിലേക്ക് ഇറങ്ങുകയാണ്, യേശുവിനെ ഉയർത്തി പറയുകയാണ്, യേശുവിന്റെ നാമം പറയുകയാണ്, വിശ്വാസികളെ കൂട്ടുകയാണ്. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി മരിക്കുവാൻ അവൻ തയ്യാറായി വീതിയിലേക്ക് ഇറങ്ങുന്ന ഒരു യാക്കോബിനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് പറയുകയാണ്, വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തി വേണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് നിർജീവമാണ് എന്ന് അവൻ പറയുകയാണ്. ഹല്ലേലൂയ. കുറിവാക്യത്തിലേക്ക് വരെ സഹോദരന്മാരെ, തേജസ്സുള്ളവരായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ സമ്പന്നനോടും ദരിദ്രനോടും മുഖപക്ഷം കാണിക്കരുത്. ധൈര്യമായി മുഖപക്ഷം കൂടാതെ നിങ്ങൾ വിധിക്കണം. ഹല്ലേലൂയ. മുഖപക്ഷം നോക്കരുത്. നമ്മുടെ സഭയില് ഒരു ദരിദ്രനും ഒരു സമ്പന്നനും വന്നാൽ അവനെ ഒരേപോലെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. സമ്പത്തുള്ളവനും ഉന്നത ജോലിയുള്ളവനും ദരിദ്രനും വന്നാലും അവനെ ഒരേപോലെ നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് യാക്കോബ് പരിശുദ്ധാത്മാവ് നിറവില് നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ നാമത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.